അപ്പോൾ ഞാൻ കൃപാസനത്തിനെ പറ്റി കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട്, നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്താൽ എന്തായാലും നമ്മൾ എക്സാം പാസ്സാവും, നമുക്ക് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, റിസ്ക് എടുക്കണ്ട, എക്സാമിന് മുമ്പ് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ ആകെയുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പാസ്സാവണം. അതിനപ്പുറത്തേക്ക് ദൈവവിശ്വാസമോ അല്ലെങ്കിൽ മാതാവിനോട് അടുക്കണം അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യം നടക്കണം, അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഇവിടെ ജസ്റ്റ് പ്രാർത്ഥിച്ചു, തിരിച്ച് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും ഓരോ കാര്യങ്ങളായിട്ട് ഡിലേ വന്നിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് പയ്യെ എൻ്റെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി. കാര്യം വിശുദ്ധീനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ കാര്യം കാണാമെന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. പക്ഷേ കാനഡേൻ്റെ പോക്ക് നടന്നില്ല. വിസ ലാസ്റ്റ് ടൈമിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കോവിഡിൻ്റെ പാൻഡമിക് ഇഷ്യൂ ഒക്കെ വന്നപ്പം അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഉടമ്പടി ഒന്നും പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ടും വന്നില്ല. ഞാൻ പിന്നെ ഒരു ഏജൻസി ത്രൂ സിംഗപ്പൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഒരു 2-3 വീക്സിൽ തന്നെ വിസ വന്നു. കൂടുതൽ ഞാൻ ആലോചിച്ചൊന്നുമില്ല. കാര്യം ആദ്യം ഒരു സ്ഥലത്ത് പോകാനായിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്ത് നടന്നില്ല. അപ്പോൾ ആ വിഷമത്തിന് എങ്ങോട്ടേലും പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ സിംഗപ്പൂർ പോയി. പക്ഷെ അവിടെ വിചാരിച്ച പോലെ ആയിരുന്നില്ല, കുറേ സ്ട്രഗിൾ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, മീൻസ് നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും, അവിടെ ജോലിയൊന്നും നമുക്കങ്ങനെ കിട്ടില്ല എന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. കാര്യം എനിക്ക് അപ്പോഴും പറഞ്ഞ ചെറിയ ഡൗട്ട്, അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന കാര്യമൊന്നുമല്ല ഇത്, സെലക്റ്റീവായിട്ടുള്ള ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതൊക്കെ ജസ്റ്റ് ലക്കാണെന്നൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തു, റൂമിൻ്റെ അക്കോമഡേഷൻ ഇഷ്യൂസ് വന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരിലും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും അന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് നടക്കാതെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. അങ്ങനെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അനിയൻ വഴി അവനിങ്ങനെ പറഞ്ഞൊരു സ്പോട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. സ്ലോവേനിയയിലൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം ടോപ്പ് റാങ്കാണ്, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, അപ്പോൾ നീ ജസ്റ്റ് എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ, ആക്ച്വലി അവൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്, ഞാൻ അവൻ്റെ ജസ്റ്റ് കൂടെ പോയതാണ്. അപ്പം അവർ പറഞ്ഞു എന്തായാലും വന്നല്ലേ, ജസ്റ്റ് കയറി നോക്കിക്കോ. അപ്പം ഞാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കുന്നുണ്ട്, അപ്പം ടൈം എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സെപ്റ്റംബറിൽ. ഞാൻ അവിടെ ചെല്ലുന്നത് മാർച്ചിലായിരുന്നു, 2025 മാർച്ചിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 2025 സെപ്റ്റംബറിൽ പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, പ്രോസസ്സ് കുറച്ച് ലോങ് ആണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പ്രൊസീഡ് ചെയ്തു, പ്രോസസ്സിങ് സ്റ്റാർട്ടായി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ സെപ്റ്റംബർ ആയിട്ടും നടക്കുന്നില്ല, പേപ്പറൊന്നും അങ്ങോട്ട് നീങ്ങണില്ല. പയ്യെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായി. ജാനുവരിയിൽ 12-നാണ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയിരുന്നത്. അത് ഡൽഹിയിലായിരുന്നു. അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏജൻസി ആണെങ്കിലും ഒരു 1 മന്ത്, ഒരു 30 to 90 ഡേയ്സാണ് വിസ നമുക്ക് അതായത് അപ്രൂവ് ആയി വരാനുള്ള സമയം. അപ്പം ഏജൻസി പറഞ്ഞു റിജക്ഷൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ഏജൻസിയിൽ നിന്ന് 3 കുട്ടികൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്, സാൻഡയുടെ പേരിൽ ആ ലിസ്റ്റിലില്ല, അപ്പം എന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഒരു 1 മന്തിനുള്ളിൽ എന്തായാലും വിസ വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി. അപ്പോഴും അതായത് ഞാൻ അപ്പോഴും എൻ്റെ ഒരു ഇതിലായിരുന്നു. കാര്യം ഞാൻ പ്രയത്നിച്ചുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയത്, അല്ലാതെ ദൈവത്തിനൊന്നും അല്ലായിരുന്നു ഞാൻ ആ സമയത്ത് ക്രെഡിറ്റ് കൊടുത്തിരുന്നത്. അങ്ങനെ 1 മന്തായിട്ടും വിസ വരുന്നില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടായി. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 മന്ത്സ് ആവാറായപ്പം എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഞാനൊരു മെയിൽ അയച്ചു നോക്കി, ഇതുവരെ എൻ്റെ വിസ വന്നിട്ടില്ല. അപ്പോൾ അവരെനിക്ക് റിപ്ലൈ വന്നു. അത് ഞാൻ മെയിൽ അയക്കുന്ന എൻ്റെ തലേ ദിവസം എങ്ങനെയോ എൻ്റെ വിസ ആപ്ലിക്കേഷൻ വിഡ്രോവലായി. അതെങ്ങനെ പറ്റി, ആര് ചെയ്തു എന്നൊന്നും അറിയില്ല. ഏജൻസിയോട് ചോദിച്ചപ്പോൾ അവർ ചെയ്തിട്ടില്ല, യൂണിവേഴ്സിറ്റിയും ചെയ്തിട്ടില്ല, ഞാനായിട്ടും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെൻ്റെ കൺസെൻറ്റോടെ അല്ല. അപ്പം ഞാൻ ഇത്രയും നാൾ വിസ വെയിറ്റ് ചെയ്യായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ഇത് പോസിബിൾ അല്ല, നമ്മൾ ഓൾറെഡി എംബസിക്ക് റിക്വസ്റ്റ് അയച്ചു, പേപ്പർ ഓൾറെഡി വിഡ്രോവൽ കൊടുത്തിട്ടുണ്ട്, ഫുൾ ആപ്ലിക്കേഷൻ വിഡ്രോ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര വിഷമമായി, വീട്ടിൽ പറയാൻ പറ്റില്ല, കാര്യം എല്ലാവരും പ്രതീക്ഷയിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ റീലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ കുറച്ചിങ്ങനെ ഇതുകൾ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഒന്ന് ശരിയാക്കി തരണം, എനിക്ക് എൻ്റെ കഴിവിൽ ഞാൻ മാക്സിമം നോക്കി, പക്ഷെ ഒന്നും കിട്ടണില്ല, ഇനി മാതാവിൻ്റെ കയ്യിലാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 1 വീക്ക് ഞാൻ കണ്ടിന്യൂസ്ലി എനിക്ക് അതിലൊരു പ്രെയർ കിട്ടിയായിരുന്നു മാതാവിൻ്റെ. അപ്പം ഞാൻ അതിങ്ങനെ ഡെയിലി ചുമ്മാ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം അവരെനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ അയച്ചു, നമുക്ക് നോക്കാം, നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടീമായിട്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചെറിയൊരു പ്രതീക്ഷയായി. അപ്പോഴും ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം എന്നൊന്നും അപ്പോഴും ഒരു ചിന്ത വന്നിട്ടില്ലായിരുന്നു.
പെട്ടെന്നാണ് എൻ്റെ ആൻറ്റി, ആൾ ഇറ്റലിയിലാണ്, ആൾ കുറേ നാളായിട്ട് ഉടമ്പടിയിലുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ആൻറ്റി റാൻഡമായിട്ട് ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചു, സാൻഡ്ര എന്തായി പേപ്പർ വർക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ മാതാവ് ശരിയാക്കി തരും എന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു സാൻഡ്ര ഇന്നലെ നൈറ്റ് ഞാൻ കിടന്ന സമയത്ത് എനിക്ക് നിൻ്റെ കാര്യം ഇങ്ങനെ മൈൻഡിൽ ഭയങ്കരമായിട്ട് വന്നു, അപ്പം നീ ഒന്ന് കൃപാസനം പോകും, പറ്റാണെങ്കിൽ നീ ഉടമ്പടി എടുക്ക്, ശരിയാ മീൻസ് നിൻ്റെ തടസ്സങ്ങളെല്ലാം അതോടെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആൻറ്റി ഞാൻ പോവാം. അപ്പം എൻ്റെ പറഞ്ഞു നീ വീട്ടിലൊന്നും പറയണ്ട, ജസ്റ്റ് അനിയനെയും കൂട്ടി പോരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. കറക്റ്റ് ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കാര്യങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും ഫസ്റ്റും ലാസ്റ്റും പറഞ്ഞത് എനിക്ക് ദൈവവിശ്വാസം അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശുദ്ധിയിൽ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, ഇതായിരുന്നു ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. സോ ഞാനത് പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എഴുതി. സോ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്കത് തരണം. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. കാര്യം അന്ന് അച്ഛനിവിടെ പറഞ്ഞിരുന്നു നിങ്ങൾ വിശ്വസിച്ച് ചോദിക്കുന്നത് എന്തും കിട്ടും. മീൻസ് നമ്മുടെ സ്വന്തം അമ്മ കൈവിട്ടാൽ പോലും യേശു നമ്മളെ കൈവിടില്ലെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. സോ എൻ്റെ പപ്പ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും അവരവരെ കഴിവിൻ്റെ പരമാവധി ചെയ്തു തരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് അത്രയും നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും യേശു ഓൾറെഡി നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്തിനാണ് ഡൗട്ട് ചെയ്യുന്നത് എന്നൊരു തോട്ട് എൻ്റെ മൈൻഡിലിങ്ങനെ വന്നു. അപ്പം അന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് എനിക്കിത് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നു, ഒരു ബുക്ക് എടുത്ത് ഞാനിങ്ങനെ എഴുതി ഇന്ന ആവശ്യങ്ങളാണ്, ഈ മന്തിനുള്ളിൽ എനിക്കത് സാധിച്ച് തന്നതിന് താങ്ക് യു. പിന്നെ അവിടെ നിന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാനിങ്ങനെ താങ്ക് യു പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. എൻ്റെ വിസ അപ്രൂവ് ആയി, ഇന്ന ദിവസം ഞാൻ പോവും, അല്ലെങ്കിൽ ഈ മന്ത് ഞാൻ പോവും. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്രൂവ് ആയി. ഒരിക്കൽ പോലും ഇവിടെ അതായത് ഈ ആൾത്താരിൽ ഞാൻ പ്രാർത്ഥിച്ചതല്ലാതെ എനിക്കിത് തരണം, എനിക്കിത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് ചെയ്യണമെന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ദൈവത്തിന്. അപ്പം നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരെന്തായാലും തരും. അപ്പം ഇച്ചിരി വൈകിയാണെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ 1 വീക്കിൽ എഗെയിൻ എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ടായെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞു. 1 മാസം ആയില്ല, അതിനു മുമ്പേ എൻ്റെ വിസ അപ്രൂവ് ആക്കി. കഴിഞ്ഞ 2 വീക്ക് മുമ്പ് ഞാൻ വിസ കളക്ട് ചെയ്തു. ഈ 11-ാം തീയതി ഞാൻ പോവാണ്. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ റിജക്റ്റ് ആയ എൻ്റെ 3 ഫ്രണ്ട്സിനും അവരുടെ വിസ റീകൺസിഡർ ചെയ്ത് അവർക്കും അപ്രൂവായി കിട്ടി. സോ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വർക്കിംഗ് അല്ല, അപ്പം എൻ്റെ അധികം പൈസ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ പപ്പ പൈസ തരും. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഫുഡ് കഴിക്കണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കും ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അപ്പോൾ വല്ല അമ്മമാരോ അല്ലെങ്കിൽ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊണ്ട് ജസ്റ്റ് സംസാരിക്കും, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവരുടെ കയ്യിൽ കൊണ്ട് പൈസ കൊടുക്കും. ചിലപ്പോൾ ചെറിയ പൈസ ആയിരിക്കും, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനങ്ങനെ കൊടുക്കും. അപ്പോൾ അവരാണെങ്കിലും തിരിച്ച് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറയും അമ്മാമ്മ കൃപാസനത്തിൽ പോകണം, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് വന്ന് അവർക്കും ഇവിടെ വരാനൊരു ഇത് ഞാൻ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് മേ ബി കേൾക്കുന്നവർക്ക് അത് ഫണ്ണിയായിട്ട് തോന്നുമായിരിക്കാം. കഴിഞ്ഞ മന്ത് വേൾഡ് കപ്പിൻ്റെ ടൈം ഞാനങ്ങനെ ഭയങ്കര ഫുട്ബോൾ കാണുന്ന ഒരാളല്ല, പക്ഷേ എൻ്റെ പപ്പ ഭയങ്കര ഫുട്ബോൾ ഭ്രാന്തനാണ്. അപ്പം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യും, ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ടീംസാണ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പറയും നിങ്ങൾ നോക്കിക്കോ എൻ്റെ ടീമേ ജയിക്കുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, യേശുവിനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ നോക്കിയാലും എൻ്റെ ടീമേ ജയിക്കുള്ളൂ. അപ്പോൾ കളി ഒരു ഹാഫ് ടൈമൊക്കെ ആകുമ്പോഴേക്കും അവരിങ്ങനെ മെസ്സേജ് അയക്കും, എന്തായി ദൈവം എന്താ കേട്ടില്ലേ, മാതാവ് കേട്ടില്ലേ. മീൻസ് ഹാഫ് ടൈം കഴിഞ്ഞ് ഫുൾ ടൈം ആയാലും കുറച്ച് എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ, അപ്പോഴും ചിലപ്പോൾ ഒന്നും അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കിക്കോ, ഞാനിട്ട് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും, നോക്കിക്കോ മാതാവ് എന്തായാലും ജയിപ്പിക്കും. അങ്ങനെ എല്ലാ കളിയും ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും എൻ്റെ ടീം ജയിച്ചു. അങ്ങനെ അവസാനം ഒരു ടൈമിൽ കുറച്ച് ടഫ് മാച്ചായിരുന്നു. അപ്പം ഇവരൊക്കെ പറഞ്ഞു എന്തായാലും ജയിക്കില്ല, ഇത് കുറച്ച് ടഫ് മാച്ചാണ്. അപ്പം ഞാനിങ്ങനെ അവസാനമായിട്ടും ഒന്നും അടിക്കുന്നില്ല, ജയിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ യേശുവിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇത്രയും കളി ജയിപ്പിച്ചു, ഈ കളിയും കൂടെ തോറ്റ ഞാൻ നാണം കെടും. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കണതൊക്കെ എനിക്ക് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരാണെങ്കിലും എന്നോട് പറയും നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ കേൾക്കും. അപ്പം ഞാൻ ഇത്രയും ഡയലോഗൊക്കെ അടിച്ചിട്ട് ഈ കളി തോറ്റ് ഞാൻ നാണം കെടും, അപ്പം ഈ കളിയെങ്കിലും ജയിപ്പിക്കണം, അടുത്ത തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ആ കളി ജയിച്ചു, നെക്സ്റ്റ് കളി അവർ തോറ്റു. അപ്പം എനിക്കതിൽ നിന്നും മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയും ഓക്കെ ഇതെങ്കിലും ഇങ്ങനെ നടന്ന് കിട്ടണം, അടുത്ത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. മീൻസ് അത്
മേ ബി വിട്ടുകളയായിട്ടൊരു കാര്യമാണെങ്കിൽ പോലും അതിനുശേഷം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനോ എനിക്കൊരു കഴിവ് തരണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കണം. അങ്ങനെ യേശുവിനെ കൂടുതൽ അറിഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ പിന്നീട് എപ്പോഴും പ്രാർത്ഥിക്കാറും ശ്രദ്ധിക്കാറും. സോ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പറയും.